ഒക്ടോബർ മാസത്തിൽ തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം അനുസരിച്ച് പ്രഖ്യാപിച്ച തീയതികളിൽ നിന്നും ചിലപ്പോൾ ചില സിനിമകളുടെ റിലീസ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ഓർക്കുക. ഒക്ടോബർ 1 തീയതി തന്നെ ധനുഷ് സംവിധാനം ചെയ്ത് അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്ന തമിഴ് ഡ്രാമ ഇഡലിക്കടൈ തിയേറ്ററുകളിൽ റിലീസാകും. ഇംഗ്ലീഷ് ആക്ഷൻ പടം പ്ലേ ഡേർട്ടി ആമസോൺ പ്രൈം വീഡിയോയിൽ ഡയറക്റ്റ് OTT റിലീസ് ആവുന്നുണ്ട്. ഹിന്ദി ഡ്രാമ സീരീസ് 13th സോണി ലീവിലും 1 തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇനി ഒക്ടോബർ 2 തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട പടങ്ങൾ: കന്നഡ ആക്ഷൻ ഫാന്റസി ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1, അതുപോലെ ഹിന്ദി കോമഡി സണ്ണി സംസ്കാരിക്ക് തുളസി കുമാരി എന്ന പടം. ഒപ്പം നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ത്രില്ലർ സീരീസ് ദ ഗെയിം യു നെവർ പ്ലേ എലോണും 2 തീയതി റിലീസ് ആവുന്നുണ്ട്. 3 ഒക്ടോബറിന് മാത്യു മെക്കോനഹയുടെ സർവൈവൽ ഡ്രാമ മൂവി ദ ലോസ്റ്റ് ബസ് ആപ്പിൾ TV പ്ലസിലും ഒപ്പം നെറ്റ്ഫ്ലിക്സിൽ കിലിയൻ മർഫിയുടെ സ്റ്റീവ് എന്ന ഡ്രാമ മൂവിയും മോൺസ്റ്റർ ദ എഡ്ഗെയിൻ സ്റ്റോറി ക്രൈം സീരീസും റിലീസ് ആവുന്നുണ്ട്. 10 തീയതി മാത്യു തോമസിന്റെ മലയാളം മിസ്റ്ററി ത്രില്ലർ നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. അന്ന് തന്നെ മോഹൻലാലിന്റെ രാവണ പ്രഭുവിന്റെ 4K റീ റിലീസ് ഉണ്ട്. തമിഴ് പടങ്ങളായ വിദ്യാർത്ഥിന്റെ മരുതം, ഇരുതി മുയർച്ചി, ഒപ്പം ഇംഗ്ലീഷ് ആക്ഷൻ ഫാന്റസി പടം ട്രോൺ ഏരീസ്, ഡ്വെയ്ൻ ജോൺസന്റെ ആക്ഷൻ ഡ്രാമ ദ സ്മാഷിംഗ് മെഷീൻ, വേറൊരു ആക്ഷൻ ത്രില്ലർ കോട്ട് സ്റ്റീലിംഗ്, ഗുഡ് ബോയ് എന്ന ഒരു ഹൊറർ ത്രില്ലർ, ഒപ്പം റൂഫ് മാൻ എന്ന കോമഡി ക്രൈം ഡ്രാമ. ഈ ഇംഗ്ലീഷ് പടം ഇന്ത്യയിൽ റിലീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം തിയേറ്ററുകളിലും. വിഷ്യസ് എന്ന ഇംഗ്ലീഷ് ഹൊറർ പടം പാരമൗണ്ട് പ്ലസിലും, ദ വുമൻ ഇൻ ക്യാബിൻ എന്ന ത്രില്ലർ മൂവി നെറ്റ്ഫ്ലിക്സിലും, സെർച്ച് ദ നൈന മർഡർ കേസ് എന്ന ഹിന്ദി ക്രൈം ത്രില്ലർ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലും, ദ ലാസ്റ്റ് ഫ്രോണ്ടിയർ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ സീരീസ് ആപ്പിൾ TV പ്ലസിലും റിലീസാകും. 14 തീയതി എവറിബഡി ലവ്സ് മീ വെൻ ഐ ആം ഡെഡ് എന്ന തായ് ത്രില്ലർ മൂവി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ഇനി 16 തീയതി മോഹൻലാലിന്റെ തെലുഗു മലയാളം ബൈലിംഗ്വൽ ആക്ഷൻ ഫാന്റസി പടം ഋഷഭ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം റിമ കല്ലിങ്കലിന്റെ തിയേറ്റർ എന്ന മലയാളം പടവും തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. 17 തീയതി ദീപാവലിയോടനുബന്ധിച്ച് മാരി ശെൽവരാജിന്റെ ധ്രുവ് വിക്രം നായകനാകുന്ന തമിഴ് ആക്ഷൻ ക്രൈം ഡ്രാമ ബൈസൺ കാലമാടൻ അങ്ങനെ എന്തോ പേരുണ്ടെന്ന് തോന്നുന്നു മുഴുവൻ. പ്രദീപ് രംഗനാഥൻ മമിത ബൈജു ടീമിന്റെ റൊമാന്റിക് കോമഡി ഡ്യൂഡ്, ഹരീഷ് കല്യാണിന്റെ തമിഴ് ആക്ഷൻ പടം ഡീസൽ, മറ്റൊരു തമിഴ് ഡ്രാമ കർമേനി സെൽവം, കിയാനു റീവ്സിന്റെ ആക്ഷൻ കോമഡി ഗുഡ് ഫോർച്യൂൺ, ഒപ്പം ഹൊറർ പടം ബ്ലാക്ക് ഫോണിന്റെ സെക്കൻഡ് പാർട്ട്. ഇതെല്ലാം 17 തിയേറ്ററുകളിൽ റിലീസാകും. 21 തീയതി മാഡോക് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഹിന്ദി ഹൊറർ പടം തമ്മ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം ഏക് ദിവാനെ കി ദിവാനിയത്ത് എന്ന ഹിന്ദി റൊമാന്റിക് ത്രില്ലറും 21 തന്നെ റിലീസ് ആവുന്നുണ്ട്. 22 തീയതി പ്രൈമില് ഹാർലൻ കോബന്റെ ത്രില്ലർ സീരീസ് ലാസറസ്, ഹുലുവിൽ ദ ഹാൻഡ് ദാറ്റ് റോക്സ് ദ ക്രാഡിൽ എന്ന ഇംഗ്ലീഷ് ഹൊറർ പടവും ഡിജിറ്റൽ റിലീസ് ആവുന്നുണ്ട്. 26 ഇറ്റ് വെൽക്കം ടു ഡെറി. ഇറ്റ് സിനിമകളുടെ ഒരു പ്രീക്വലായിട്ട് വരുന്ന ഒരു ഹൊറർ സീരീസ് ആണ്. ഇത് HBO മാക്സിൽ റിലീസ് ഉണ്ട്. മിക്കവാറും ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ഇന്ത്യയിൽ. 29 തീയതി ഡൗൺ സെമട്രി റോഡ് എന്ന ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സീരീസ് ആപ്പിൾ TV പ്ലസിൽ റിലീസ് ആവുന്നുണ്ട്. 31 ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ സിനിമ ഡിയർ സീറേ മലയാളം ഹൊറർ പടം തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഈ മാസത്തെ എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മലയാളം സിനിമയാണിത്. അന്ന് തന്നെ ബാഹുബലി 1 and 2 രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒറ്റ പടമായിട്ട് വരുന്ന ബാഹുബലി ദ എപ്പിക് റീ റിലീസ് ഉണ്ട്. അതുപോലെ ശ്രീനാഥ് ബാസിയുടെ ആക്ഷൻ പടം പൊങ്കാല എന്ന മലയാളം സിനിമയും റിലീസ് ഉണ്ടെന്ന്. യോഗസ് ലാന്തിമോസിന്റെ എമ്മ സ്റ്റോൺ നായികയായിട്ട് വരുന്ന ഇംഗ്ലീഷ് സൈഫൈ മൂവി ബഗോണിയ, രവി തേജയുടെ തെലുഗു ആക്ഷൻ ഡ്രാമ മാസ് ജാത്രയും 31 തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇതുകൂടാതെ ലുക്മാന്റെ ബോംബെ പോസിറ്റീവ് എന്നൊരു മലയാളം പടവും ഒക്ടോബറിൽ തന്നെ റിലീസ് ഉണ്ട്. പക്ഷേ ഡേറ്റ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയുമാണ് ഒക്ടോബർ മാസം റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും പടമോ സീരീസോ ഒക്ടോബർ റിലീസ് ചെയ്യുന്ന ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം. ശരി എന്നാൽ.